ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1188 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്ത ഒരാളെ മെൻഷൻ ചെയ്യാനുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള RC സ്പിരിറ്റ് 179 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് ബ്രോ ഈ സപ്പോർട്ടിന്, താങ്ക്സ് എ ലോട്ട്. ഇതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ വൺ പീസ് വീഡിയോസും സ്ഥിരമായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം ഒരു വലിയ നന്ദി. നിങ്ങളിങ്ങനെ സപ്പോർട്ട് തന്ന് കൂടെ നിൽക്കുന്നതാണ് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ള ടൈമിൽ ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടുന്ന മോട്ടിവേഷൻ. സോ ഈ സപ്പോർട്ട് ഇതേപോലെ തന്നെ തുടരുക. എൻ്റെ വീഡിയോസ് ഇനിയും കുറച്ചുകൂടി ബെറ്റർ ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മളുടെ ചാനൽ ഇപ്പോൾ 13,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്നവരിൽ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. അപ്പോൾ ഇനി ഒട്ടും താമസിപ്പിക്കാതെ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. നമുക്കൊരു കിടിലൻ കളർ സ്പ്രെഡ് കിട്ടിയിട്ടുണ്ട്. അതായത് വെള്ളത്തിനടിയിൽ ചില്ല് ചെയ്യുന്ന സ്ട്രോഹാൻസ്. ലൂഫി, ബ്രൂക്ക്, ചോപ്പർ, സോറോയൊക്കെ ഒരു കിങ് ആയിട്ടുള്ള ജയന്റ് ആമയുടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നാമി ഇപ്പോൾ ആ ആമയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ട ആകെ കലിപ്പായ സാഞ്ചി അങ്ങോട്ടേക്ക് നീന്തി ചെല്ലുന്നുണ്ട്. ഫ്രാങ്കി റോബിനും ഒരു ജയന്റ് ഞണ്ടിന്റെ പുറത്ത് ഇങ്ങനെ വരികയാണ്. ഫ്രാങ്കിയുടെ ഹെയർ സ്റ്റൈലൊക്കെ ഒരു മീനിന്റെ രീതി ചെയ്തു വെച്ചേക്കുന്ന കാണാം. ജിംബെ അവിടെ ഈ സ്രാവുകൾക്കൊക്കെ കമാൻഡ് കൊടുക്കുന്നുണ്ട്. സ്രാവുകളാണെങ്കിൽ അറ്റൻഷൻ അടിച്ച് ജിംബയുടെ മുന്നിൽ നിൽക്കുകയാണ്. ഒരു സ്രാവ് ഉസോപ്പിനായിട്ട് ഇങ്ങനെ ഓടിക്കുന്നതും കാണാം. ഇങ്ങനെ കുറേ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളുള്ള ഒരു കളർ സ്പ്രെഡ്. ഗൈസ്, ഇപ്പോൾ ചാപ്റ്റർ ആരംഭിക്കുമ്പോൾ ഇമു ഒരു പഴയ കോൺവെർസേഷൻ ആലോചിക്കുകയാണ്. അതായത് ഇമുവും ജോയ് ബോയും തമ്മിലുള്ള ആദ്യത്തെ കോൺവെർസേഷൻ. ഇപ്പോൾ ഇതൊരു ഫോൺ സംഭാഷണമാണെന്നുള്ളത് വ്യക്തമാണ്. കാര്യം അവർ പരസ്പരം ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് ഡെൻഡൻ മുഷി വഴിയാണോ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന വേറെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണോ എന്നുള്ള കാര്യം കറക്റ്റ് ഐഡിയ ഇല്ല. സോ അപ്പോൾ എന്തായാലും ഇവർ തമ്മിൽ സംസാരിച്ച ആ ഒരു ദിവസം ഈ ഫൈറ്റിനിടയ്ക്ക് ഇമുവിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ജോയ് ബോയ് ആണെങ്കിൽ പറയുന്നുണ്ട്, മോഷി മോഷി പറയൂ. ഇമു ഇപ്പോൾ ഹലോ എന്ന് പറയുന്നുണ്ട്. ജോയ് ബോയ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഹലോ ഇതാരാ? ഞാനോ? ഞാൻ ഇമു. നീ ആരാ? ഞാനോ? ഞാനാണ് ജോയ് ബോയ്. ഇപ്പോൾ ജോയ് ബോയുടെ ഒരു ഫേസിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം. ആ ചിരി ഇപ്പോൾ കറക്റ്റ് ലൂഫിയുടെ ആ ചിരി പോലെ ഉണ്ട്. സോ ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചിന്തിച്ചെടുത്തിട്ട് ഇമു ലൂഫിക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് ലൂഫി കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നല്ലോ എന്നെ ഇങ്ങനെ ജോയ് ബോയ് എന്നൊക്കെ കണ്ട പേരിൽ വിളിക്കരുതെന്ന്. സോ ഇപ്പോൾ ഇമു പറയുന്നുണ്ട്, ശരിയാ ജോയ് ബോയ് മരിച്ചല്ലോ, പക്ഷെ എന്നിട്ടും നിന്നെ കാണുമ്പോൾ എന്താ എനിക്ക് ആ പഴയ ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് തിരിച്ചു വരുന്നത്. ലൂഫി ഇപ്പോൾ ഇമുവിനോട് പറയുന്നുണ്ട്, അത് നീ എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാനാണ്. ഇമു ഇപ്പോൾ ആ കൈ മുഴുവൻ കുറേ ടോക്കിംഗ് ഫ്ലെയിംസ് സെറ്റ് ചെയ്തിട്ട് ലൂഫിക്ക് നേരെ വിടുന്നുണ്ട്. ഇപ്പോൾ അത് തലയ്ക്ക് നേരെ വരുമ്പോഴത്തേക്ക് ലൂഫി തല ഈ റബ്ബർ പോലെ താഴേക്കങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഈ ടോക്കിംഗ് ഫ്ലെയിംസ് പരസ്പരം പറയുന്നുണ്ട്, അവൻ നമ്മുടെ അറ്റാക്ക് ഡോഡ്ജ് ചെയ്തോ, അവൻ താഴേക്ക് പോകുന്നു, വാ നമുക്കും താഴേക്ക് പോവാം. ഇപ്പോൾ ലൂഫിയുടെ മുഖമാണെങ്കിലും പണ്ടാരം എങ്ങോട്ട് പോയാൽ ഈ അപരാധം പിടിച്ച ഫ്ലെയിംസ് പുറകെയാണല്ലോ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഇമുവിൻ്റെ ആ ഫ്ലെയിംസ് ഉള്ള കൈ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് ലൂഫിയുടെ ആ സ്നേക്ക് മാൻ അറ്റാക്കിൽ പോവുമല്ലോ അതുപോലെ പോയി ചെന്ന് ലൂഫിയുടെ ആ തലയിൽ ഇടിക്കുന്നുണ്ട്. ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ഇടി. ലൂഫിയെ ഇടിച്ച് തറയിൽ താത്തിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു എക്സ്പ്ലോഷനിൽ ആകെ കരിക്കട്ട പരുവമായിട്ട് ലൂഫി ഉയർന്നിങ്ങനെ മേളിലേക്ക് വരുന്നുണ്ട് ഇമുവിന്റെ നേരെ. എന്നിട്ടിപ്പോൾ ലൂഫി ചാടി അവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. ഇമു ആണെങ്കിൽ ഇപ്പോൾ കയ്യിലിരിക്കുന്ന വെപ്പൺ ലൂഫിക്ക് നേരെ ഇങ്ങനെ കൊണ്ടു ചെല്ലുന്നു. ലൂഫി ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കറങ്ങി കറങ്ങി കുറെ പഞ്ച് ഇമുവിന് നേരെ അങ്ങ് ചെയ്യുകയാണ്. പക്ഷെ ഇമു അതെല്ലാം വെപ്പൺ വെച്ചിട്ട് ഈസി ആയിട്ട് അങ്ങ് ബ്ലോക്ക് ചെയ്യുന്നു. ലൂഫി ആണെങ്കിലും ചിന്തിക്കുന്നുണ്ട്, ഈ ഇടി ഇവന് വീഴുമെന്നാ വിചാരിച്ചത്, ഇവനെല്ലാം ബ്ലോക്ക് ചെയ്ത് കളഞ്ഞല്ലോ. ഇമു ആണെങ്കിൽ ഇപ്പോൾ കൈ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ ഒമൻ ഫ്ലെയിംസ് ലൂഫിക്ക് നേരെ വിടുകയാണ്. ലൂഫി ആണെങ്കിൽ ഇപ്പോൾ ആ ഒമൻ ഫ്ലെയിംസിൽ നിന്നൊക്കെ ഇങ്ങനെ ജെറ്റ് സ്പീഡിൽ ഓടി മാറിക്കൊണ്ടിരിക്കുന്നു. വിട്ടുകൊടുക്കാതെ ഇമു വീണ്ടും വീണ്ടും ഒമൻ ലൂഫിക്ക് നേരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂഫി ഇപ്പോൾ ഏതൊക്കെ വഴി കൂടെ കയറിപ്പോയാലും ഇതുങ്ങളെല്ലാം ലൂഫിയെ ഫോളോ ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് കണ്ടിട്ട് ആ ക്ലാസിക് ഗിയർ 5 സ്റ്റൈലിൽ കണ്ണൊക്കെ തള്ളിക്കൊണ്ട് ലൂഫി പറയുന്നുണ്ട്, നാശം പിടിക്കാൻ ഇതെല്ലാം എന്നെ തന്നെ പിന്തുടരുകയാണല്ലോ, ഇതെല്ലാം ബോംബല്ലേ, ഒരു പണി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ലൂഫി ഇപ്പോൾ ഗമുഗമുനോ ജെറ്റ് ഗാറ്റ്ലിംഗ് വെച്ചിട്ട് ഈ ഒമൻ ഫ്ലെയിംസിനെ എല്ലാം ഇടിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ആ ദൂരെ വെച്ച് തന്നെ പൊട്ടിത്തെറിക്കുന്നു. എന്നിട്ട് ലൂഫി അടുത്തൊരു അറ്റാക്കിന് തയ്യാറാകുന്നുണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഗമുഗമുനോ കേൾക്കാം. സോ ഇപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂഫി ഒരു ജീനി ആയിട്ട് ട്രാൻസ്ഫോം ആയിരിക്കുകയാണ്. അതായത് എക്സാക്ട് ഒരു ജീനി, ആ തടി പിന്നെ ആ ഒരു താടി, അത് നല്ല ജയന്റ് ആയിട്ടുള്ള ഒരു ജീനിയാണ്. ഇപ്പൊ ലൂഫി ഇങ്ങനെ പൊട്ടിച്ചിരിച്ചോണ്ട് ഇമുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ലോക്കിയും തമ്മിലുള്ള ഫൈറ്റ് ഞാൻ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഒരിക്കലും അവന്റെ മരണം പാഴായി പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ ലൂഫിയുടെ ഈ ഡയലോഗ് കേട്ടിട്ട് അവിടെ ദൂരെ കിടക്കുന്ന ലോക്കി വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ ചത്തിട്ടില്ലടാ പുല്ലേ. ഇപ്പൊ ഇത് പറയുമ്പോഴും ലോക്കി ആകെ ഇങ്ങനെ കിതക്കുകയും ചുമയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാര്യം നല്ലൊരു അറ്റാക്ക് ആണല്ലോ കിട്ടിയത്. ഇപ്പോൾ ലോക്കിയുടെ ഈ സൗണ്ട് കേട്ടിട്ട് ലൂഫി ആണെങ്കിലും ഇങ്ങനെ കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ലോക്കി നിനക്കപ്പോൾ ജീവൻ ഉണ്ടായിരുന്നല്ലേ. ഇപ്പോൾ ഈ ലോക്കി മരിച്ചിട്ടില്ലെന്ന് കണ്ട ഇമു ആണെങ്കിൽ ലോക്കിക്ക് നേരെ ഒമൻ ഫ്ലെയിംസ് അയക്കാൻ തുടങ്ങുന്നുണ്ട്. ലോക്കി ആണേലും പറയുന്നുണ്ട്, പണ്ടാരം അടങ്ങാൻ തെണ്ടി എന്റെ പുക കണ്ടിട്ടേ അടങ്ങൂന്നാ തോന്നുന്നേ.
കഷ്ടം. ഇപ്പൊ റാഗ്നർ ആണെങ്കിൽ ഓടി ലോക്കിയെ ഷീൽഡ് ചെയ്യാനായിട്ട് അവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. യജമാന സ്നേഹം അറ്റ് പീക്ക്. ലോക്കിയാണെങ്കിലും ഇപ്പൊ വിളിച്ച് പറയുന്നുണ്ട്, റാഗ്നറെ നീ മുന്നിൽ നിന്ന് മാറ്. സോ ഗൈസ്, അപ്പൊ ഇമുവിന്റെ ഈ അറ്റാക്കിന് തടസ്സമായിട്ട് അവിടെ വരികയാണ് നമ്മുടെ ജിംബെ. പുള്ളി ആ ബ്രിക്ക് ഫിസ്റ്റ് അറ്റാക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ലൂഫി ഇപ്പോൾ ഇത് കണ്ടിട്ട് ജിംബെ എന്നിങ്ങനെ വിളിക്കുന്നു. ഇപ്പോൾ ജിംബെ ലൂഫിയോട് ചോദിക്കുന്നുണ്ട്, ഹേ ലൂഫി, നീ പറ, ഞാൻ ഇവനെ പ്രൊട്ടക്ട് ചെയ്യണോ? നീ പറഞ്ഞ ഞാൻ ഇവനെ പ്രൊട്ടക്ട് ചെയ്യും. ലൂഫി ഇപ്പോൾ പറയുന്നുണ്ട്, ഹോ എനിക്ക് സമാധാനമായി ജിംബെ, ആ സീൻ ഞാൻ നിങ്ങളെ അങ്ങ് ഏൽപ്പിക്കുക. അവൻ എൻ്റെ നൻപനാ, നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തേക്കണം. ജിംബെ ഇപ്പോൾ പറയുന്നുണ്ട്, ആ കാര്യം ഞാൻ ഏറ്റു ലൂഫി, നീ അവിടെ ആ ഫൈറ്റ് ശ്രദ്ധിച്ചോ. ലോക്കി ഇപ്പോൾ ആകെ ദേഷ്യത്തിൽ ലൂഫിയോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, നൻപനോ? ആരടാ കൊച്ചു കഴിവേറി നിന്റെ നൻപൻ? റാഗ്നർ ആണെങ്കിൽ ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ജിംബയെ ലൂഫിയൊക്കെ നോക്കുന്നുണ്ട്. നാമി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, സോ ഇപ്പോൾ ലൂഫിയാണോ ആ മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്? ഉസോപ്പും ചോദിക്കുന്നുണ്ട്, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, ശരിക്കും ആരാ, എന്താ ഭീകര രൂപം? ബ്രൂക്ക് ഇപ്പോൾ പറയുന്നുണ്ട്, ലക്ഷണം കണ്ടിട്ട് അവൻ ഹോളി നൈറ്റ്സിന്റെ മുകളിലുള്ള ആളാണ്. പക്ഷെ എൻ്റെ അറിവിൽ അവരുടെ മുകളിൽ ഗൊറോസ അല്ലാതെ അതിലും വലിയ അതോറിറ്റി ഇല്ല. എന്നാൽ ഈ വന്നവൻ ഹോളി നൈറ്റ്സിന്റെ ക്യാപ്റ്റൻ ആയിരിക്കും എന്ന് ഉസോപ്പ് പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ വേൾഡ് ഗവൺമെന്റ് നിഗൂഢതകൾ നിറഞ്ഞ ഒരു ഓർഗനൈസേഷൻ തന്നെ എന്നിപ്പോൾ ബ്രൂക്ക് അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ റാഗ്നർ വന്ന് ഇടിച്ചിട്ട് ഗുങ്കോ കിടന്ന ഐസ് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഫ്രാങ്കി അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, ബ്രൂക്കേ നമുക്കിപ്പോൾ അവളെ പുറത്തെടുക്കാൻ പറ്റും. ബ്രൂക്ക് ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, പ്രിൻസസ് ഷുറി, അയ്യോ പ്രിൻസസ് ഷുറിയെ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ എന്ത് ചെയ്യും? ഫ്രീസ് ആയി പോയ ഒരാളെ പിന്നെ എങ്ങനെയാ ട്രീറ്റ് ചെയ്യണ്ടേ? എനിക്കിതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഉസോപ്പ് ഇപ്പോൾ പറയുന്നുണ്ട്, ഞാനൊന്ന് ആലോചിക്കട്ടെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് റോബിനും ലൂഫിയും ഫ്രീസ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്തത്. ബ്രൂക്ക് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, റോബിനും ലൂഫി ഫ്രീസ് ആയെന്നോ? ഇതൊക്കെ എപ്പം നടന്നു? സോ ഉസോപ്പ് ഇവിടെ റെഫർ ചെയ്യുന്നത് നമ്മുടെ ലോങ് ഐലൻഡിൽ വെച്ചിട്ട് ഇവരെ അവോക്കിജിയെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ ആ പവേഴ്സ് വെച്ചിട്ട് ലൂഫിയെയും റോബിനെയും ഒക്കെ ഐസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ കാര്യമാണ്. ബ്രൂക്ക് ആ ആർക്കിലില്ലല്ലോ. സോ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ബഹളമൊക്കെ ഇമു ശ്രദ്ധിക്കുന്നുണ്ട്. ഇമു ഇപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ ആ അറ്റാക്കിൽ ഗുങ്കോ കിടന്ന ഐസ് ബ്രേക്ക് ആയില്ലായിരുന്നു. അതേപോലെ ആ ആഫ്രോ ഹെയർ സ്റ്റൈൽ ഉള്ളവൻ ഗുങ്കോയെ പ്രിൻസസ് ഷുറി എന്നല്ലേ വിളിച്ചത്. ഇനി അവനെങ്ങാനും. ഇപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ലൂഫിയുടെ ഗൊമുഗൊമിനോ വീണ്ടും കേൾക്കാം. ഇമു ഇപ്പോൾ ഇങ്ങനെ പല ചിന്തകളിൽ മൈൻഡ് കട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു സർപ്രൈസ് അറ്റാക്കാണ് ലൂഫി കൊടുക്കുന്നത്. അതുകൊണ്ട് ലൂഫി അതിന് സർപ്രൈസ് ബുള്ളറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആർമമെന്റ് ഹാക്കിങ് കോൺകൊറേറ്റ്സ് ഹാക്കിങ് കൂടെ ഒരുമിച്ച് കോട്ട് ചെയ്ത് ഒരു ജയന്റ് പഞ്ച്. ഇമു ആണെങ്കിൽ ഇപ്പോൾ എനിക്കിതൊക്കെ വെറും ആന മയിൽ ഒട്ടകോ എന്നുള്ള രീതിയിൽ ഒരൊറ്റ കൈ വെച്ച് ഈ അറ്റാക്ക് തടുക്കുന്നുണ്ട്. ഇമു ഇപ്പോൾ ആ എയിം ചെയ്തു വെക്കുന്ന അറ്റാക്ക് ലൂഫിക്ക് നേരെ ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ ഇമു ചോദിക്കുന്നുണ്ട്, നീ ഞാനും ലോക്കിയുമായിട്ടുള്ള ഫൈറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലേ പറഞ്ഞത്? സോ അത്രയും ഭീമാകാരനായ ആ ലോക്കിക്ക് അവസാനം സംഭവിച്ചത് എന്താണെന്ന് നീ കണ്ടതാണല്ലോ. ഇപ്പോൾ ജീനിയായിട്ടുള്ള ലൂഫിയുടെ ആ താടി ആ ടോക്കിംഗ് ഫ്ലെയിംസ് വന്നിരുന്നിട്ട് കത്തുന്നുണ്ട്. ഇപ്പോൾ ആ ടോക്കിംഗ് ഫ്ലെയിംസ് വിട്ട ശേഷം ഉടൻ തന്നെ ലോക്കിക്ക് നേരെ പ്രയോഗിച്ചതുപോലെ തന്നെ സ്റ്റിഗ്മ ആ സോഡ് ഇമു പ്രയോഗിക്കുന്നുണ്ട്. ലൂഫി ഇപ്പോൾ അവിടുന്ന് കറങ്ങിച്ചാടി മാറുന്നു. അവൻ നോർമൽ ഗിയർ 5 ഫോമിലായിട്ടുണ്ട്. ഇമു ഇപ്പോൾ ഒരു സെറ്റ് ഒമൻ ഫ്ലെയിംസ് ലൂഫിക്ക് നേരെ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലൂഫി ആണെങ്കിൽ അവിടുന്ന് എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറിയാലും ഈ ഒമൻ ഫ്ലെയിംസ് ലൂഫിയുടെ പുറകെ തന്നെ ഉണ്ട്. ലൂഫി ആണെങ്കിൽ ഓടടാ ഓട്ടം. ഇപ്പോൾ ഇമു ആണെങ്കിൽ അവിടെ ഇങ്ങനെ നിന്നിട്ട് കയ്യിലിരിക്കുന്ന ആ വെപ്പൺ ഉണ്ടല്ലോ അതിങ്ങനെ മേലേക്ക് പിടിച്ചൊന്ന് കറക്കുന്നുണ്ട്. എന്നിട്ട് ആ വെപ്പൺ തന്നെ ഒരു ഒമൻ ഫ്ലെയിമായിട്ട് അങ്ങ് ട്രാൻസ്ഫോം ആക്കിയിരിക്കുകയാണ്. ശേഷം ഇമുവിന്റെ തലയുടെ പുറകിലായിട്ടുള്ള ആ കണ്ണുകളുള്ള ജയന്റ് സർക്കിൾ ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു വാള് ഇമു സമ്മൺ ചെയ്തിങ്ങെടുക്കുന്നു. ഇപ്പോൾ ഇമു സമ്മൺ ചെയ്ത ഈ സോഡിന്റെ പേര് നിഹിൽ സോഡ് എന്നാണ്. നിഹിലിസ്റ്റിക്, അതായത് ശൂന്യത, ഒന്നുമില്ലായ്മ. സോ ശൂന്യതയുടെ വാള്. ഇപ്പോൾ വോയിഡ് എന്ന് പറഞ്ഞാലും ശൂന്യത തന്നെ. അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേരും, ദ വെയിലിംഗ് വോയിഡ്. ഇപ്പോൾ ഇമു ഇത് പുറത്തെടുത്തതോടെ അടുത്ത് നിന്ന നല്ല പച്ച മരങ്ങളൊക്കെ ഇല പൊഴിഞ്ഞു വരണ്ടുണങ്ങുന്നുണ്ട്. ആകെ ഒരു ശവപ്പറമ്പ് പോലെയായി ആ ഒരു ഏരിയ മുഴുവൻ, മൊത്തത്തിൽ ശൂന്യം. ഇപ്പം ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ലൂഫി ഇത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തായി കാണുന്നേ? കാട്ടിലെ മരങ്ങളൊക്കെ കരിഞ്ഞുണങ്ങിപ്പോയല്ലോ. സോ ഇപ്പോൾ ഈ കാട്ടിനുള്ളിലൂടെ തലങ്ങും വിലങ്ങും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ലൂഫിയെ ഇങ്ങനെ മേലേക്ക് നോക്കിയിട്ട് ഇമു ചോദിക്കുന്നുണ്ട്, നല്ല വ്യൂ ആണല്ലോ, ഇനി നീ എങ്ങോട്ട് പോയി ഓടി ഒളിക്കും മോനെ? എനിക്കിപ്പോൾ നിന്റെ മൂവ്മെന്റ്സ് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജെറ്റ് സ്പീഡിൽ ഇപ്പോൾ ഇമു ആ നിന്നിടത്തുനിന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൂഫിയുടെ ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒമൻ ഫ്ലെയിംസ് ഉണ്ടല്ലോ, ഇപ്പോൾ അതിന്റെ ലൊക്കേഷൻ പിടിച്ച് അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇമു ലൂഫിയോട് പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പായിട്ടും ഇപ്പോൾ അറിയാം നീ ജോയ് ബോയ് അല്ല, കാരണം ജോയ് ബോയ് ഒരിക്കലും ഇത്രയ്ക്ക് വീക്കായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നിഹിൽ സോഡ് ഇപ്പോൾ ലൂഫിയുടെ നെഞ്ചത്തോടെ കുത്തി ഇറക്കി ലൂഫിയെ ഇങ്ങനെ കോർത്ത് നിർത്തിയിരിക്കുകയാണ് ഇമു. അതായത് ക്രോക്കഡൈല് അലബസ്തയിൽ വെച്ചിട്ട് ലൂഫിയെ എങ്ങനെയാ അറ്റാക്ക് ചെയ്തോ അതിനേക്കാളും സിവിയർ ആയിട്ടുള്ള ഒരു അറ്റാക്ക്. സോ ഇപ്പോൾ അതിശക്തനായിട്ടുള്ള കിങ് ഓഫ് ദ വേൾഡ് നെറോണ ഇമു എന്നുള്ള ഒരു എഡിറ്റേഴ്സ് നോട്ടിൽ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അലബസ്തയിൽ ലൂഫിയെ റോബിൻ രക്ഷിച്ചു. ഇവിടെ ലൂഫിയെ ആര് രക്ഷിക്കുമെന്ന് നമുക്ക് അടുത്ത ആഴ്ച അറിയാൻ പറ്റില്ല, കാര്യം അടുത്ത ആഴ്ച ബ്രേക്കാണ്.
സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരെ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് ഈ ബ്രേക്ക് കഴിഞ്ഞ് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.